കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എമ്മി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വളമിടുന്നത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഇച്ചിരി കാലം പ്രശ്നമായിട്ടൊക്കെ കിടന്നപ്പോൾ എൻ്റെ കൃഷിയെല്ലാം ഇല്ലാതെയായിപ്പോയി. എനിക്കിത് പോത്തീസിന്ന് ചേമ്പ് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് കുരുത്ത ചേമ്പ് കിട്ടി. അതിനെ 3 ചേമ്പിലെ ഞാൻ 3 ചാക്കിലാക്കി നട്ടതാണ്. നമുക്ക് സ്ഥലമൊന്നും ഇല്ലാത്തവരൊക്കെ അതൊക്കെ ചെയ്ത് താമസക്കാർ നമ്മളെ മാറാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചാക്കിലാവുമ്പം നമുക്ക് എടുത്തോണ്ടെങ്കിലും പോകാൻ പറ്റും. അത് ബുദ്ധിമുട്ടാണ്. എന്നാലും അപ്പം അതൊക്കെ ഇരുന്നില്ലാതെ ആയിപ്പോയി. പച്ച പോച്ചയെന്ന് പറയുന്നത് പച്ച ചാണാനിക്ക് സമമാണ്. അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത്തിരി വളം ഇട്ട് കൊടുക്കാം. വളം വേറെ ഒന്നുമല്ല, പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റ് ഞാൻ ഇട്ട് പൊടിപ്പിച്ചെടുത്തത്. നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും കാണത്തില്ല, അതങ്ങ് പൊടിഞ്ഞ് ചേരും. അതുകൊണ്ട് ഇത്തിരി പച്ചല വളമാണ് ഞാനിടുന്നത്. പച്ചല വളം ചേമ്പിന് നല്ലതാണ്. പച്ച ചാണകത്തിന് സമമാണ് പച്ചല വളം. ഞാൻ ഇതും ഇട്ട് ആ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ അടുക്കള വേസ്റ്റ് നമ്മളൊന്നും കളയത്തില്ല. അടുക്കള വേസ്റ്റ് നമുക്കൊരു അനുഗ്രഹമാണ്. അത് എല്ലാം ഞാൻ കടയിൽ നിന്ന് വളങ്ങളൊന്നും വാങ്ങാറില്ല. എല്ലാം ഇതൊക്കെ തന്നെയാണ് ചെയ്ത് ഈ പച്ചവളവും തക്കാളിയും എല്ലാം ഞാൻ നടുന്നത് തന്നെ. ഇതാണ് ഞാൻ കാണുമ്പോൾ അറിയാം, മുട്ടത്തോടൊക്കെ കിടക്കുന്നുണ്ടോ, കുപ്പിച്ചില് വരെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, എന്നിട്ട് ഇത് കുറച്ചിടാം. ഇതിൻ്റെ പുറത്ത് കുറച്ച് ചാരം നമുക്കിടാം. എന്നിട്ട് കുറച്ച് നോർമൽ മണ്ണ് ഇടാം. ഇതാണ് ഞാൻ പച്ചക്കറി വേസ്റ്റും ഇതുമൊക്കെ ഇട്ട് പൊടിച്ചത്. അപ്പം ഇനി നമുക്ക് പച്ചല നല്ലൊരു വളമാണ്. ഉണ്ടോ, അതാണ്ടോ ഒരു മൂട് ചേമ്പ് വേണ്ട, അതൊരു മൂട് ചേമ്പ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിൻ്റെ വിളവെടുക്കൽ എപ്പോഴെങ്കിലും ഞാൻ വിളവെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കുമേ. ഇനി ഒരു മൂട്ടിലും കൂടെ വളമിടാനുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.